+2 കൊമേഴ്സ് ഫാമിലി. ഫസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം, നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ എക്സാം ഹാളിലൊക്കെ പോയി കഴിയുമ്പോൾ എക്സാം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് 1ന്റെ ആൻസർ എന്താണ്, 2ാമത്തെ ആൻസർ എന്താണ്, 3ാമത്തെ ആൻസർ എന്താണ് എന്ന് ചോദിക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, എക്സാം ഹാളിൽ പോയിട്ട് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ്, നമ്മുടെ ടൈം അവിടെ ഒരുപാട് വേസ്റ്റ് ആവും. അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയേഴ്സിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന്, ആനുവൽ എക്സാമിന്, വരാൻ പോകുന്ന എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഹാളിൽ പോയിട്ടുള്ള ആ കൺഫ്യൂഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലെ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വിച്ച് എംഫസൈസ് ഓൺ 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ. 1 ഹെഡ് 1 പ്ലാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്താണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് അല്ലെ. അപ്പൊ എന്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കുകൾ ഉണ്ടാകുമ്പോൾ ആ വർക്കുകളൊക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിന്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു ഹെഡും ഒരു പ്ലാനും ഉണ്ടായിരിക്കണം എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ദി സെലക്ടഡ് എംപ്ലോയി ടു അതർ എംപ്ലോയീസ് ആൻഡ് ഫെമിലിയറൈസിംഗ് ഹിം വിത്ത് ദ റൂൾസ് ആൻഡ് പോളിസീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. നമ്മൾ സ്റ്റാഫിങ്ങിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയൊരു എംപ്ലോയിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ എംപ്ലോയിനെ എന്ത് ചെയ്യാണ്, മറ്റുള്ള എംപ്ലോയീസുമായിട്ട് സെറ്റാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, പോളിസീസ് എന്തൊക്കെയാണ് എന്ന് ഫെമിലിയറൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഓറിയന്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഓറിയന്റേഷൻ എന്ന് പഠിച്ചു വെക്കുക. ഇവിടെ നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ വാട്ട് ഈസ് ഓറിയന്റേഷൻ എന്നുള്ള 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പൊ 1 വേർഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കിനും എഴുതാനായിട്ട് പറ്റും അല്ലെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ കൺട്രോളിംഗ് ഫംഗ്ഷൻ ഈസ് പെർഫോംഡ് ബൈ. കൺട്രോളിംഗ് ഫംഗ്ഷൻ ആരാണ് പെർഫോം ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണോ, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണോ, ലോവർ ലെവൽ മാനേജ്മെന്റ് ആണോ, അല്ലെങ്കിൽ എല്ലാവരും ആണോ? യെസ്, ലാസ്റ്റ് എന്താണ്, ഓൾ ഓഫ് ദി അബവ്. അപ്പൊ ആൻസർ എന്താണ്, ഓൾ ഓഫ് ദി അബവ് അല്ലെ. എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും, ടോപ്പ് ആയിക്കോട്ടെ, മിഡിൽ ആയിക്കോട്ടെ, ലോവർ ആയിക്കോട്ടെ, എല്ലാ ലെവൽസിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, കൺട്രോളിങ് കാണാൻ പറ്റും. പെർവസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഐഡന്റിഫൈ ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് എ മാനേജർ ഷുഡ് റീപ്ലേസ് I വിത്ത് വി അല്ലെ. I എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ സ്വന്തം കാര്യം സിന്താബ എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള കോൺവെർസേഷനിലേക്ക് വന്ന് ടീം സ്പിരിറ്റ് ഒക്കെ ഫോസ്റ്റർ ചെയ്യുന്ന ആ ഒരു പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ് എന്നതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഒരുപാട് പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. സ്പിരിറ്റ് ഡി കോപ്സ് ആണ് ഇതിന്റെ ആൻസർ. യൂണിറ്റി, സ്ട്രെങ്ത്, ടീം സ്പിരിറ്റ് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് സ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് സ്പെസിഫൈ ദി സ്റ്റെപ്പ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ എ ഡിഫറെന്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കുകൾ നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും സീക്വൻഷ്യൽ ഓർഡറിൽ പോകുന്നു എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാൻ ഏതാണ്? പ്രോഗ്രാം ആണോ, പ്രൊസീജിയർ ആണോ, മെത്തേഡ് ആണോ, സ്ട്രാറ്റജി ആണോ? എന്താണ്? പ്രൊസീജിയർ ആണ്. ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് വൺ എന്താണ്, കുറച്ച് വലിയൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഐഡന്റിഫൈ ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് ഏതാണ്, കറക്റ്റ് ആയിട്ട് ഓർഡർ ഏതാണ് എന്നതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റെപ്സുകളൊക്കെ എല്ലാ മാനേജ്മെന്റ് ഫംഗ്ഷനിലും കുറച്ച് സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ പ്രോസസ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ പഠിച്ചു വെക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള കൺട്രോളിംഗ് ആണ്. ചിലപ്പോൾ പ്ലാനിങ് ചോദിക്കാം, സ്റ്റാഫിങ് ചോദിക്കാം. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ഓർഡർ പഠിച്ചു വെക്കണം. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ? ഫസ്റ്റ് നമുക്കറിയാം എന്താണ്, ആദ്യം തന്നെ നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി ഒന്നിലും, എയിലായിക്കോട്ടെ, ബിയിലായിക്കോട്ടെ, ഡിയിലായിക്കോട്ടെ, ഫസ്റ്റ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അല്ല. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അധികം നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, comparison of actual performance with the standard, analyzing deviation, taking corrective action. കറക്റ്റ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അറിയാം. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഓപ്ഷൻസ് ആണ് കൊടുത്തത്. ചില സമയങ്ങളിൽ സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എല്ലാത്തിലും ആദ്യം കൊടുക്കും.
എന്നിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത ഓപ്ഷൻസ് തന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ സീക്വൻഷ്യൽ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശുഭം വാണ്ട് ടു ഇൻക്രീസ് ദ സെയിൽ ഓഫ് ഹിസ് ബിസിനസ് ബൈ 50% ഇൻ ദ നെക്സ്റ്റ് ക്വാർട്ടർ. ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് പ്ലാൻ ബീങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി അബവ് ലൈൻസ്. അല്ലെ, ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ശുഭത്തിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ സെയില് 15% കൂട്ടേണ്ടതുണ്ട്. അപ്പൊ ഇതെന്താണ്? 15% കൂട്ടുക. അല്ലെ, അപ്പൊ അത് എന്ത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ്? നമുക്കറിയാം, ഒബ്ജക്റ്റീവ് ആണ്. അല്ലെ, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ബാക്കി എല്ലാ പ്ലാൻസും അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലെ, അപ്പൊ ഒബ്ജക്റ്റീവ് ആണ് ഈ ഒരു 15% സെയിൽസ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ശുഭത്തിന്റെ ആ ഒരു ആഗ്രഹം. ഓക്കെ, എന്റെ റിസൾട്ടിൽ എവിടെ എത്തി നിൽക്കണം എന്ന് ബിസിനസ് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നോ അതാണ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, നെയിം ദി കൺട്രോളിംഗ് ടെക്നിക്. Name the controlling technique which state that only the significant deviations which go beyond the permissible limit should be brought to the notice of management. കൺട്രോളിംഗ് എന്ന ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 1 വേർഡ് ആയിട്ടും 2 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ടാകും. അതിലെ സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് മാത്രം, പെർമിസിബിൾ ലിമിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് മാത്രം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്ന കൺട്രോളിംഗ് ടെക്നിക് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണ് ആൻസർ? യെസ്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, കൺട്രോൾ ബൈ എക്സെപ്ഷൻ, എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് എന്താണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ കമ്പനി ഗെറ്റ്സ് അപ്ലിക്കേഷൻ വിതൗട്ട് ഡിക്ലയറിംഗ് എനി വാക്കൻസി. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് അപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടില്ല? ഒരു വാക്കൻസി, ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു വാക്കൻസി ഇല്ല. പക്ഷെ അവർ വാക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയറും ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് കുറെ ആപ്ലിക്കേഷൻസ് കിട്ടി. ഹൗവർ, as and when vacancy arrives, the company makes use of such applications. ഇപ്പോൾ വാക്കൻസി ഒന്നുമില്ല, പക്ഷെ കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ വാക്കൻസി ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏത് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്? ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏതാണ്? കാഷ്വൽ കോളേഴ്സ് ആണ്. അല്ലെ, നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു വാക്കൻസി ഇല്ല. അപ്പൊ നമുക്ക് വേണ്ട ജോലി, നമ്മുടെ ക്വാളിഫിക്കേഷൻസിനനുസരിച്ചുള്ള ജോലി ആ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ CV മെയിലായിട്ട് അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതാണ് കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കാഷ്വൽ കോളേഴ്സ് ആണ് ഇതിനുള്ള ആൻസർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഓഡ് വൺ റിലേറ്റിംഗ് ടു ദി ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഓഡ് വൺ ഏതാണ്? അപ്പൊ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അല്ലെ, അപ്പൊ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ ഒരു ഫീച്ചർ ആണ്. അല്ലെ, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ ഫീച്ചർ ആണ്. സെക്കൻഡ് വൺ ഫ്ലെക്സിബിൾ ആണ്. നമുക്കറിയാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബിഹേവിയറൽ ആണ്. അല്ലെ, ബിഹേവിയറൽ ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ ബിഹേവിയറൽ നേച്ചർ ആണ് എന്തിനുള്ളത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിളിനുള്ളത്. ഇത് 3 നാലാമത്തെ എന്താണ്? റിജിഡിറ്റി. അല്ലെ, റിജിഡിറ്റി അല്ല, നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, ഒരിക്കലും റിജിഡ് അല്ല. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓഡ് വൺ എന്ന് പറയുന്നത് റിജിഡിറ്റി ആണ്. ക്ലിയർ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഇതിലുള്ള ഓഡ് വണ്ണിനെ നമുക്ക് പുറത്താക്കുക. അല്ലെ, ഏതാന്ന് നോക്കാം. റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ ഇൻസ്പെക്ടർ. ഇത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അല്ലെ, നമുക്ക് 8 ഫോർമാൻസിനെയാണ് പഠിക്കാനുള്ളത്. 8 ഫോർമാൻസിനെ 4 വെച്ച് 2 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്ലാനിങ്ങും എന്നും അതുപോലെ തന്നെ എന്താണ്? പ്രൊഡക്ഷൻ എന്ന്. അല്ലെ, അപ്പൊ ഈ 2 എണ്ണത്തിലുമായിട്ട് 4 ഫോർമാൻസിന് വെച്ച് 8 ഫോർമാൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രീതിയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പൊ നമ്മൾ 4ലും പ്ലാനിങ്ങിൽ ഏതൊക്കെയാന്നുള്ളത് അറിഞ്ഞാലും പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാനിങ്ങിൽ വരുന്നതാണ് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. പ്ലാനിങ്ങിലാണ് വരുന്നത്. ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ് ഒക്കെ നമ്മുടെ പ്രൊഡക്ഷനിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കാൻ വെച്ചാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ അസംഷൻസ് ഓൺ ദ ഫ്യൂച്ചർ അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ബേസ്ഡ് ആർ കോൾഡ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പ്ലാൻ ചെയ്യുമ്പോൾ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവിടെയുള്ള അസംഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് നമ്മുടെ ഫ്യൂച്ചറിലുള്ള അസംഷൻസ് നടത്തുന്നത്, അതിന് എന്ത് പേരിലാണ് പറയുന്നത്?
എപ്പോഴും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? പ്ലാനിങ് പ്രിമൈസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി ട്രെയിനിങ് മെത്തേഡ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ദി വർക്ക് പ്ലേസ് വൈൽ എംപ്ലോയി ഈസ് ആക്ച്വലി ഡൂയിങ് ദി വർക്ക്. അതായത് ഒരു എംപ്ലോയി അവരുടെ വർക്ക് പ്ലേസിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ഏതാണ്? ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ് അല്ലെ. എന്താണ്? ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേൺ ചെയ്യാണ്, അത് ഓൺ ദി ജോബ് ആണ്. അപ്പോൾ ഓഫ് ദി ജോബ് എന്താ? ലേണിംഗ് ബിഫോർ ഡൂയിങ്, ജോലി എടുക്കുന്നതിന് മുന്നേ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ഓഫ് മൂവ്മെന്റ് ലൈക്ക് ലിഫ്റ്റിംഗ്, ചേഞ്ചിങ് പൊസിഷൻ എക്സെട്ര ആർ കോൾഡ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ മൂവ്മെന്റ്സിനെ പറ്റി പഠിക്കുന്ന, ലിഫ്റ്റിംഗ് ആയിക്കോട്ടെ, ചേഞ്ചിങ് പൊസിഷൻ ആയിക്കോട്ടെ, ഇതിനെ പറ്റി പഠിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റഡി ഏതാണ്? മോഷൻ സ്റ്റഡിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലാൻ ഈസ് ഫോർ എ വൺ ടൈം ഇവന്റ്. ഒരൊറ്റ നേരത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന പ്ലാൻ ഏതാണ്? വൺ ടൈം ആണ്, പേര് സൂചിപ്പിക്കുന്നുണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ദ ആക്ടിവിറ്റീസ് ഇൻ എൻ ഓർഗനൈസേഷൻ ആർ പെർഫോംഡ് ആസ് പെർ പ്ലാൻസ് അല്ലെ. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാൻസിനനുസരിച്ചാണോ ആക്ടിവിറ്റീസ് പോകുന്നത് എന്ന് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ പ്ലാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ആൻസർ ചെയ്യും. പ്ലാനിങ് ആണ്. ഒരിക്കലും ചെയ്യരുത്, അത് തെറ്റാണ്. പ്ലാൻ അനുസരിച്ചാണോ ആക്ടിവിറ്റീസ് പോകുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നത് കൺട്രോളിംഗ് പ്രോസസ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ സബോർഡിനേറ്റ് മസ്റ്റ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. ഒരൊറ്റ നേരം അല്ലെങ്കിൽ ഒരൊറ്റ എംപ്ലോയിക്ക് ഒരൊറ്റ ബോസിന് റിപ്പോർട്ട് ചെയ്താൽ മതി അല്ലെ. വൺ ബോസ് ഫോർ എവറി സിംഗിൾ എംപ്ലോയി. ഈ ഒരു കാര്യം പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. തെറ്റിപ്പോവരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ദ റൈറ്റ് ഓഫ് എ കൺസ്യൂമർ ഡു നോട്ട് ഇൻക്ലൂഡ് ടു ബി. നമുക്ക് ഒരുപാട് കൺസ്യൂമേഴ്സിന് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. റൈറ്റ് ടു സേഫ്റ്റി കിട്ടണം, അത് എന്താണ്? ഒരു റൈറ്റ് ആണ്. റൈറ്റ് ടു ചൂസ്, അതും റൈറ്റ് ആണ്. റൈറ്റ് ടു പ്രസന്റഡ് ആണോ? ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. റൈറ്റ് ടു ബി ഇൻഫോംഡും നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഒരു റൈറ്റ് ആണ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഈസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നെസസറി? എന്തുകൊണ്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നെസസറി ആണെന്ന് പറയുന്നത്? ഫിസിക്കൽ സേഫ്റ്റി വേണ്ടേ? വേണം. ആക്സസ് ടു ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റണം, അതും റൈറ്റ് ആണ്. കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, വേണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെനി ബിഗ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ എ ക്ലോസ് ലൈസൺ വിത്ത് ദ യൂണിവേഴ്സിറ്റി, വൊക്കേഷണൽ സ്കൂൾസ് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു റിക്രൂട്ട് ക്വാളിഫൈഡ് പേഴ്സണൽ ഫോർ വേരിയസ് ജോബ്. ദിസ് ഈസ് നോൺ ആസ് എന്താണ്? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ അവിടേക്കുള്ള എംപ്ലോയീസിനെ വേണ്ടിയിട്ട് ഈ വൊക്കേഷണൽ സ്കൂൾസിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ നല്ലൊരു റിലേഷൻസ് കീപ്പ് ചെയ്യാറുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് ആണോ? അല്ല. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണോ? അതുമല്ല. ലേബേഴ്സ് കോൺട്രാക്ടർ ആണോ? അല്ല. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. ക്യാമ്പസിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നുള്ള ജോബ് സീക്കേഴ്സിനെ അന്വേഷിച്ച് പിടിച്ച് ജോലിക്ക് വേണ്ടി എന്താണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദി പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. ഐഡന്റിഫിക്കേഷൻ ആൻഡ് അസസ്മെന്റ് ഓഫ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. സെലക്ടിങ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ സോഴ്സ് ഓർ സോഴ്സസ്, യെസ്. ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻ ഫ്രം ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. ഇതൊക്കെയാണ് എന്തിൽ നടക്കുന്നത്? നമ്മുടെ റിക്രൂട്ട്മെന്റിൽ നടക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബവ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 6, 8, 11 എന്നീ ചാപ്റ്റേഴ്സിലുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണിത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 1, 3, 5, 7 അതുപോലെ തന്നെ 9, 10 എന്ന ചാപ്റ്റേഴ്സിന്റെ MCQ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷുവർ ആയിട്ട് ഉറപ്പായിട്ട് കാണേണ്ട വീഡിയോ ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സെറ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.